ഇപ്പോൾ നമ്മളിനി ഷഷ്ഠസ്കന്ധത്തിലേക്ക് കിടക്കുകയാണ്. അവിടെയാണ് അജാമിള മോക്ഷം എന്ന് പറയുന്ന കഥാവളം. നാരായണ എന്ന 4 അക്ഷരത്തിന്റെ മഹത്വത്തെ ഓതിക്കൊണ്ട് അജാമിളൻ എന്ന ബ്രാഹ്മണന്റെ കഥ പറയും. കർമ്മം കൊണ്ട് പിഴവ് പറ്റിയെങ്കിലും നാരായണ മന്ത്രം ജപിച്ചുകൊണ്ട് ആ പിഴവുകളൊക്കെ മാറി ഭഗവത് പാതാരവിന്ദങ്ങളിലേക്ക് ചേർന്ന് അല്ലെങ്കിൽ ശ്രദ്ധാമത്തിലേക്ക് പോയ മഹാത്മാവ്. കുട്ടിക്കാലത്തെ ശീലിച്ച ശീലം അത് ഇടയ്ക്ക് വെച്ച് വഴിതെറ്റിപ്പോയെങ്കിലും വീണ്ടും ആ ഈശ്വരത്വത്തിലേക്ക് സ്വന്തം മകന് നാരായണ എന്ന 4 അക്ഷരം നാമം ഇട്ടതുകൊണ്ട് അത് ഭഗവാന്റെ നാമമായതുകൊണ്ട് വിളിച്ചപ്പോൾ വിളി ഭഗവാൻ കേട്ടു. നമ്മളൊക്കെ വിളിക്കുന്ന വിളി കേട്ടാൽ ഒരു ഭഗവാനും കേൾക്കാൻ പോണില്ല. കാരണം നമ്മുടെ മക്കൾക്കൊന്നും ആരുടെ പേരില്ല, ഈശ്വരന്മാരുടെ പേരൊന്നും ഇല്ല. നമ്മൾ മോനെ കിട്ടും എന്ന് ചില വെള്ളം കുടിക്കാൻ വിളിക്കുമ്പോൾ കിട്ടു, കേട്ടില്ലെങ്കിൽ നമ്മൾ പെട്ടു, വെള്ളം ഇറങ്ങാതെയാവാം. അതേസമയം ഭഗവാന്റെയോ ഭഗവതിയുടെ ഒക്കെ നാമധേയങ്ങൾ ഇട്ടാൽ ആർത്തലച്ച് വിളിക്കുമ്പോൾ ചിലപ്പോൾ ആ വിളി ഒന്ന് ഈശ്വരൻ കേട്ടേക്കും. എന്തായാലും ഇവിടെ അജാമിളൻ അങ്ങനെ തൻ്റെ മകന് നാരായണ എന്ന പേരിട്ടത് കൊണ്ട് യമഭടന്മാർ തന്റെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ ആർത്തലച്ച് കരഞ്ഞതാ അജാമിളനെ രക്ഷിക്കാനായിട്ട് ഭഗവാന്റെ പാർഷദന്മാരെത്തി. എന്തുകൊണ്ട്? നാരായണ എന്നെ അരികത്ത് വന്നിരുന്ന് രക്ഷിക്കാൻ നീ അല്ലാതെ മറ്റാരുമില്ലേ എന്ന് ശരണാഗതി അടഞ്ഞുകൊണ്ടുള്ള വിളിയായിരുന്നു അത്. പുത്രനെയാണ് വിളിച്ചത് എങ്കിലും മറ്റാരും രക്ഷിക്കാനില്ല എന്നൊരു ബോധം, ആ ബോധത്തെ മനസ്സിലാക്കിക്കൊണ്ടല്ലേ, ഉള്ളിൽ കണ്ടുകൊണ്ട് തൻ്റെ പുത്രനെയാണ് വിളിച്ചതെങ്കിലും വിളി കേട്ടത് ഭഗവാനാണ്. നമ്മുടെ ഒന്നും വിളി ഭഗവാൻ എന്താ കേൾക്കാത്തതെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ എനിക്ക് ആരാണ്ടൊക്കെ ഉണ്ട് എന്ന ധാരണപ്പുറത്ത് വിളിക്കണമുണ്ടാ അല്ലേ? ഇപ്പോ മക്കളുണ്ടെങ്കിൽ പറയും മക്കളുണ്ട്, ഭാര്യയുണ്ട്, ബന്ധുക്കളുണ്ട്, കാശുണ്ട്, കാറുണ്ട്, ബംഗ്ലാവുണ്ട്, എല്ലാം ഉണ്ട്. ഇതൊന്നും അവസാന കാലത്ത് ഉതകുന്നതല്ല. അവസാന കാലത്ത് ഉതകണമെങ്കിൽ ആവുന്ന കാലത്ത് ഈശ്വരനാമം ജപിച്ചു തന്നെയാവണം. ബോധമുള്ള കാലത്ത് ഈശ്വരനാമം ജപിക്കണം. പലരും ചോദിക്കാറുണ്ട്, സ്വാമി അജാമിളൻ അവസാനമല്ലേ നാരായണ എന്ന് വിളിച്ചത്, അന്നേരം അല്ലേ വന്ന് രക്ഷിച്ചത്? ശരി, അവസാനം നാരായണ എന്ന് വിളിക്കണമെങ്കിൽ എന്ത് വേണം? നേരത്തെ ആ ശീലം ഉണ്ടാവണം. ഇല്ലാത്ത ശീലം അവസാന കാലത്ത് ഉണ്ടാവില്ല. ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ബോധമുള്ള കാലത്ത് നാരായണനെ വിളിച്ച് ശീലിച്ചാൽ അവസാന കാലത്ത് ആ നാരായണ നാമം നാവിൽ വരും, ഇല്ലാതൊരിക്കലും വരില്ല. തൻ്റെ പൂർവ്വ സംസ്കാരം, അതായത് കുട്ടിക്കാലത്തുണ്ടായിരുന്ന സംസ്കാരം, ആ ഒരു സംസ്കാരമായതുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ച് വഴിതെറ്റി പോയിട്ടും ഈശ്വരനെ വിളിക്കാനായിട്ട് തോന്നിയത്. അതുകൊണ്ട് നാരായണ എന്ന 4 അക്ഷരത്തെ മറക്കാതെ ജപിച്ചാൽ അവസാന കാലത്ത് ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് മരിക്കാൻ ഇടയാവും. ഇവിടെ വിളിച്ചുടനെയൊന്നും ഭഗവാന് പാർഷദന്മാർ വന്ന് കൊണ്ടുപോയില്ല. യമദൂതന്മാരും ആ ഭഗവത് പാർഷദന്മാരും തമ്മിലുള്ള സംവാദങ്ങളൊക്കെ കേട്ട് തുടർന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ചെന്ന് തപം ചെയ്തതിന് ശേഷമാണ് മോക്ഷപ്രാപ്തിയിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം നേടുന്നത്. അപ്പം അതുകൊണ്ട് വിളിച്ചാൽ ഉടനെയൊന്നും രക്ഷപ്പെടാം അല്ലെങ്കിൽ അങ്ങ് കൊണ്ടുപോകും എന്നൊന്നും ധരിക്കരുത്. ഇതിനെ പറയാറുണ്ട്, തൻ്റെ ആ ഒരു കുലധർമ്മത്തെ മറന്നുകൊണ്ട് മറ്റ് ധർമ്മങ്ങളിലേക്ക് പോയാൽ ഉണ്ടാകുന്ന അധപ്പതനം.
നമ്മളൊക്കെ കുലധർമ്മം മറന്നാണോ ജീവിക്കണതെന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കുലദേവതയും കുലധർമ്മവും രണ്ടും മറക്കാൻ പാടില്ല. അപ്പോൾ ഇതിനെ മറന്നുകൊണ്ട് ജീവിതം കൊണ്ടുപോയാൽ അത് അധോഗതിയിലേക്ക് എത്തിക്കും. ഇവിടെ ബ്രാഹ്മണൻ കുലത്തിൽ പിറന്നു, അല്ലെങ്കിൽ അതൊരു എന്താ പറയാ, ഇന്ന് കുലമായിട്ടാണ് പറയണത്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനമുള്ളവനാണ് ബ്രാഹ്മണൻ. അല്ലെങ്കിൽ തൻ്റെ അറിവുകളെ ബൃഹത്തായ രീതിയിൽ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നവനാണ് ബ്രാഹ്മണൻ. ഉപനയനം നടത്തിയതുകൊണ്ട് ബ്രാഹ്മണനാവില്ല. കർമ്മം കൊണ്ടാണ് ബ്രഹ്മത്വം ഉണ്ടാകുക. അത് 4 വർണ്ണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതമമായിരിക്കുന്ന വർണ്ണം എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ബ്രാഹ്മണന് ഉന്നതമായ സ്ഥാനം, അല്ലെങ്കിൽ ആ വർണ്ണം ഉന്നതമായ സ്ഥാനമായത്? കൂടുതൽ ചിന്തിക്കാനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് തൻ്റെ ശിരസിൽ നിന്നാണ് ബ്രാഹ്മണൻ ഉണ്ടായത് എന്ന് പറയാൻ കാരണം തലച്ചോറ് വർക്ക് ചെയ്യുന്നത് കൂടുതലും അവരായിരുന്നു എന്നാണ്. കാരണം മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ പഠിച്ച് അതിനെ മനനം ചെയ്ത് അതിനെ വേണ്ടവണ്ണം പ്രയോജനപ്പെടുത്തിയത് ആ വർണ്ണത്തിലുള്ളവരാണ്. പിന്നെ അത് കുലമാക്കി മാറ്റിയതാണ്. ബ്രാഹ്മണ കുലം എന്ന് പറയുന്നത് പിന്നീട് കുലമായിട്ട് മാറ്റിയത് ഈ 4 വർണ്ണങ്ങളിൽ ഒരു വർണ്ണമാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു ബ്രാഹ്മണ കുലം പിന്നെ പറഞ്ഞല്ലോ കുലമാക്കി മാറ്റിയെങ്കിൽ ആ കുലത്തിൽ തന്നെ ചോദിച്ചോളൂ. ആ കുലത്തിലുണ്ടായ ഒരാള് തന്റെ സ്വധർമ്മം മറന്നുകൊണ്ട് വഴിതെറ്റിപ്പോയി. അതുകൊണ്ട് എന്ത് പറ്റുന്നു? അവൻ ചണ്ടാളത്വത്തിലേക്ക് എത്തുന്നു. കർമ്മം പിഴച്ചാൽ എവിടെ ജനിച്ചാലും കർമ്മം പിഴച്ചാൽ അധപ്പതിക്കും, കർമ്മം ശ്രേഷ്ഠമായാൽ ഉയർച്ചയിലേക്ക് പോകും. ചട്ടമ്പി സ്വാമികള്, ശ്രീരാമചന്ദ്ര ഗുരുദേവനെ പോലുള്ള മഹത്തുക്കള് ഈ വർണ്ണം കൊണ്ട് ശൂദ്രത്വത്തിലായിരുന്നെങ്കിലും കർമ്മം കൊണ്ട് അവർ ബ്രഹ്മത്വത്തിലേക്ക് എത്തിക്കൊണ്ട് അവർ ബ്രാഹ്മണരായി. അപ്പൊ അധപ്പതിപ്പിക്കണതും ഉദ്ധരിക്കണതും കർമ്മമാണ്. അതുകൊണ്ട് കർമ്മം പിഴച്ചാൽ ഏത് വർണ്ണത്തിലായാലും അവൻ ചണ്ടാളത്വത്തിലേക്ക് പോകും. ഇവിടെ ബ്രാഹ്മണനായിട്ട് ജനിച്ചെങ്കിലും, അല്ലെങ്കിൽ ആ കുലത്തിൽ ജനിച്ചെങ്കിലും കർമ്മം പിഴച്ചപ്പോ, സംസ്കാരം നശിച്ചപ്പോ അത് ചണ്ടാളത്വത്തിലേക്ക് എത്തി. പക്ഷെ അങ്ങനെ ഒരു സംസ്കാരം കുട്ടിക്കാലത്ത് കിട്ടിയത് കൊണ്ട് എന്ത് പറ്റി? വീണ്ടും തിരികെ ആ ഈശ്വരത്വത്തിലേക്ക്, അല്ലെ ഈശ്വരനെ അറിയാനും അല്ലെ ഈശ്വര സാക്ഷാത്കാരം നേടാനുമായിട്ട് സാധിച്ചു. അപ്പൊ കുലധർമ്മം മറക്കാതിരിക്കുക, കുലദേവതയെയും മറക്കാതിരിക്കുക. ഇത് രണ്ടും മറന്നു പോകരുത് നമ്മെ പഠിപ്പിക്കുന്നു. ആരിൽ കൂടി? അജാമളനിൽ കൂടി. പിന്നെ മറക്കാതെ ജപിക്കുക നാരായണ 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 എന്ന് എത്ര ജപിക്കാമോ അത്രയും നാരായണ നാമത്തെ ജപിക്കാം. അപ്പൊ സംശയം തോന്നും, സ്വാമി ഞങ്ങൾക്കിവിടെ രുതിരമാലയാണല്ലോ, അവരെ മറക്കാൻ പറ്റുമോ? അവരെ മറക്കണ്ട. ആരെയാണോ ഇഷ്ടമൂർത്തിയായിട്ട് വെച്ചിരിക്കുന്നത് അതിനെ നിരന്തരം സ്മരിക്കുക. അതും നാരായണനാണെന്നുള്ള ബോധത്തോടു കൂടി സങ്കല്പിച്ച് ജപിക്കുക. അപ്പോൾ അത് ഗുണം ചെയ്യും. അങ്ങനെ അജാവള മോക്ഷത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ അവിടുന്ന് പിന്നെ പുരന്ദരൻ എന്ന് പറയുന്ന ഒരാളിന്റെ അനുഗ്രഹമാണ്, അല്ലെ പുരന്ദരനെ അനുഗ്രഹിച്ച കഥയാണ് പറയുന്നത്. അവിടെ വൃത്രാസുരൻ എന്ന് പറയുന്ന ഒരു അസുര ജന്മത്തെ കുറിച്ച് പറയണം. ദേവഗുരുവായിരിക്കുന്ന ബൃഹസ്പതി ദേവസഭയിലേക്ക് കടന്നു വരുമ്പോ ഇന്ദ്രൻ സുഖഭോഗത്തിൽ മുഴുകിയിരുന്നത് കൊണ്ട് ഗുരുവിനെ വേണ്ടവണ്ണം ആദരിച്ചില്ല. നമ്മളും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതാണ്, ഗുരുക്കന്മാരെ ആദരിക്കാറില്ല. അതുകൊണ്ട് എന്ത് പറ്റുന്നു? വേണ്ടവണ്ണമുള്ള ജ്ഞാനം ലഭിക്കാതെ പോകുന്നു. ഗുരുത്വമില്ലാത്തവന് ജീവിതത്തിൽ ഒരിടത്തും രക്ഷപ്പെടാൻ സാധ്യമല്ല. ഭാഗവതം തന്നെ പറയുന്നുണ്ട്, ഗുരുവിൻ്റെ അനുഗ്രഹമില്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും നേടാൻ സാധ്യമാവില്ല. 6-ാം ദിവസം സുദാമാവും ഭഗവാനോടുള്ള സംഗമത്തിൽ പറയുന്നുണ്ട്, ഗുരുവിൻ്റെ അനുഗ്രഹമാണ് എല്ലാം നേടാൻ കഴിയുന്നത്. അപ്പം ഗുരു ആരാണ് എന്നൊരു സംശയം അവിടെ ഉണ്ടാവും. ഗുരു എന്ന് പറഞ്ഞാൽ സർവവിധമായ അജ്ഞാനങ്ങളെയും നീക്കാൻ കഴിയുന്നവനാണ് ഗുരു. ത്രികാലങ്ങളും അറിയാൻ കഴിയണം. ഇന്ന് നമ്മൾ ഗുരുക്കന്മാരെന്നും പറഞ്ഞു വരുന്നത് നല്ലൊരു ശതമാനവും ഒരു കാലവും അറിയത്തില്ല. മാക്കാപ്പാടെ നമുക്ക് കാലനായിട്ട് മാറാറേ ഉള്ളൂ.
കാരണം യാതൊരു വിധമായിരിക്കുന്ന തപസ്സോ ജപമോ ഒന്നും തന്നെ ഇല്ലാതെ എന്തെങ്കിലും കുറേ ന്യായങ്ങൾ പഠിച്ച് അതിനെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഗുരുവായി മാറുന്നവരാണ് കൂടുതൽ. അല്ലെങ്കിൽ വേഷം കൊണ്ട് ഗുരുസ്ഥാനത്തേക്ക് വരുന്നവരാണ് കൂടുതൽ. വേണ്ടതായ ആ ഒരു സങ്കല്പശുദ്ധി ഇല്ലാതെ ഉള്ള ഒരുവനെ ഗുരുവാക്കിയാൽ ആ ഗുരുവാക്കുന്നവനും അധപ്പതിച്ചു പോകും. അതുകൊണ്ട് ഗുരു എന്ന് പറയുന്ന സങ്കല്പം ശ്രേഷ്ഠതമമായ ഒരു സങ്കല്പമാണ്. സർവവിധമായ തിമിരങ്ങളെയും നീക്കിക്കൊണ്ട് അകത്തെ കണ്ണ് തുറപ്പിക്കാൻ കഴിയുന്നവനാണ് ഗുരു. അങ്ങനെയുള്ള ഗുരുക്കന്മാരെ കിട്ടുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതം ശ്രേഷ്ഠതമമായിട്ട് മാറുക. ഇന്ന് പലരെയും ഗുരുവാക്കി കഴിഞ്ഞാൽ അവസാനം പുറത്തൊന്നും മാറ്റാൻ വയ്യാത്ത കുരുവായിട്ടാണ് പലർക്കും അത് പിന്നീട് വരിക. അതുകൊണ്ട് വേഷഭൂഷാദികളൊന്നും കണ്ടിട്ട് ഗുരുവാണ് എന്നും പറഞ്ഞിട്ടൊന്നും ചെന്ന് കമന്ന് വീണ് ജീവിതം പാഴാക്കി കളയാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ ബൃഹസ്പതി കടന്നു വരുമ്പോൾ അദ്ദേഹത്തെ വേണ്ടവണ്ണം ആദരിച്ചില്ലെന്നല്ല, മൈൻഡേ ചെയ്തില്ല. അത് അദ്ദേഹത്തിന് താങ്ങാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് മറഞ്ഞു. അദ്ദേഹം മറഞ്ഞുപോയി കഴിഞ്ഞപ്പോഴാണ് ഇനി ഉണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കും എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അന്വേഷിച്ചു കണ്ടെത്താൻ നോക്കി, പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ എന്തു ചെയ്യും എന്ന് ആലോചിക്കുമ്പോഴാണ് ബ്രഹ്മദേവനൊരു നിർദ്ദേശം കൊടുക്കുന്നത്. ത്വഷ്ടാവിന്റെ പുത്രനായ ത്രിശിരസ് അല്ലെങ്കിൽ വിശ്വരൂപൻ എന്നൊരു പേരുണ്ട്. അദ്ദേഹത്തെ ഗുരുവാക്കുന്നത് നല്ലതാണ് എന്നൊരു നിർദ്ദേശം കിട്ടണം. അതുകൊണ്ട് ത്രിശിരസിനെ ഗുരുവാക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹത്തെ ചെന്ന് കണ്ട് പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ ഗുരുവാവണം, ദേവഗുരുവായിട്ടിരിക്കണം. കാരണം ദേവഗുരുവായിട്ട് ഒരാളില്ലെങ്കിൽ അസുരന്മാർ ആക്രമിക്കും. ഗുരുത്വം നഷ്ടപ്പെട്ടാൽ അസുരന്മാർ ആക്രമിക്കപ്പെടും. അതുകൊണ്ട് ആ ഗുരുത്വം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായ ധർമ്മം. അപ്പൊ എന്തായാലും അങ്ങനെ ഇന്ദ്രന്റെ ക്ഷണമൊക്കെ സ്വീകരിക്കാൻ തയ്യാറായി വിശ്വരൂപൻ. ത്വഷ്ടാവ് അപ്പോഴേ പറഞ്ഞു, ഇന്ദ്രൻ ആള് ശരിയല്ല, അവന്റെ സ്വഭാവം മാറുന്ന എപ്പോഴാണെന്ന് അറിയില്ല. അതുകൊണ്ട് അവന്റെ അടുത്ത് ചെല്ലുന്നത് വളരെ സൂക്ഷിച്ചു വേണം. പക്ഷെ തന്നെ ആശ്രയിച്ചവരെ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറായില്ല വിശ്വരൂപൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഗുരുവായിട്ട് ചെല്ലാം എന്നുള്ള തീരുമാനത്തിൽ എത്തി. അങ്ങനെ ദേവലോകത്ത് ഗുരുവായിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം ഹോമം നടത്തുമ്പോൾ ദേവന്മാർക്കും അസുരന്മാർക്കും ഒരുപോലെ ഹോമിക്കാൻ തുടങ്ങി. കാരണം അമ്മ അസുരവർഗത്തിലും അച്ഛൻ ദേവവർഗത്തിലും പെട്ടാണ്. രണ്ടുപേരും അതുകൊണ്ട് കളയാൻ പറ്റിയില്ല. രണ്ടുപേർക്കും ഹവിസ് പോകാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് മനസ്സിലാക്കിയ ഇന്ദ്രൻ അദ്ദേഹത്തിന്റെ ശിരസ് അറുത്തു എന്നാണ്. രണ്ടാമത്തെ ബ്രഹ്മഹത്യാപാപം. ഒന്ന് ഗുരുവിനെ നിന്ദിക്കുക എന്നത് ബ്രഹ്മഹത്യാപാപം. രണ്ടാമത് ഗുരുവായി സ്വീകരിച്ചു കൊണ്ടുവന്നതിനെ വധിക്കുക എന്നുള്ള ബ്രഹ്മഹത്യാപാപം. ഇത് രണ്ടും സ്വീകരിച്ചിരിക്കുന്ന ഇന്ദ്രൻ അങ്ങനെ അദ്ദേഹത്തെ വധിച്ചതിന്റെ കോപത്തില് ത്വഷ്ടാവ് ഇന്ദ്രനെ നിഗ്രഹിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പുത്രൻ ഉണ്ടാവണം എന്ന നിശ്ചയത്തോടു കൂടി ഒരു ആഭിചാര ഹോമം നടത്തിയതാണ്. പക്ഷേ മന്ത്രം ചൊല്ലി വന്നപ്പോൾ എന്തുപറ്റി? ആ കോപത്തിന്റെ വികാരം അല്ലെ കോപം എന്ന വികാരത്തിൽ നിന്നുകൊണ്ട് ജപിച്ചത് കൊണ്ട് ഇന്ദ്രനാൽ വധിക്കപ്പെടുന്ന പുത്രനാവണം എന്ന് വന്നു എന്നാണ്. മന്ത്രം ഒന്ന് തിരിഞ്ഞു പോയല്ലേ. നമ്മളൊക്കെ മന്ത്രം ജപിക്കുന്നവരല്ലേ അല്ലേ? എല്ലാവരും ഇപ്പൊ മൂലമന്ത്രങ്ങളൊക്കെ എല്ലാവരും ജപിക്കുന്നു. ഗായത്രിയാണ് എല്ലാവരും ജപിക്കുന്നുണ്ട് ഇപ്പൊ. പക്ഷെ ജപിച്ചു വരുമ്പോ എന്തൊക്കെയാ വരുന്നതെന്നുള്ളത് മാത്രം അറിയില്ല എന്ന് മാത്രം. അതുകൊണ്ട് കിട്ടുന്ന എല്ലാം തിരിച്ചടിക്കണം. എന്നിട്ട് പറയുന്നത് എന്തുവാ? ഇത്ര കാലം കൊണ്ട് ഞാൻ മന്ത്രം ജപിക്കുക, എന്നിട്ട് ഒരു രക്ഷയില്ല. എന്താ രക്ഷപ്പെടാത്തെ?
ജപിക്കേണ്ടവണ്ണം ജപിക്കാത്തത് കൊണ്ട് രക്ഷപ്പെടാത്തതാണ്. നമ്മളിതൊന്നും ഗുരുമുഖത്തൊന്നും അറിഞ്ഞിട്ടൊന്നും അല്ല നമ്മളിന്ന് മന്ത്രങ്ങൾ കൂടുതൽ ജപിക്കണതാണ്. എല്ലാം ഇപ്പം യൂട്യൂബിൽ കിട്ടും. ആരെങ്കിലും പറയും ഈ മന്ത്രം ജപിച്ചാൽ രക്ഷപ്പെടാന്ന് പറയും, ഉടനെ അതെടുത്ത് വെച്ചെങ്കിൽ ജപിക്കുക. മന്ത്രങ്ങളൊന്നും യൂട്യൂബിൽ നിന്നൊന്നും എടുത്ത് ജപിക്കേണ്ടതല്ല. അത് നമുക്ക് അർഹനായ ഒരു ഗുരു നമ്മുടെ കയ്യിൽ വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഗുരുവിന്റെ മുൻപിൽ ചെന്ന് കഴിയുമ്പോൾ ആ ഗുരുവിന്റെ ഉപദേശം കൊണ്ട് ജപിക്കേണ്ടതാണ് മന്ത്രങ്ങൾ. നാമങ്ങൾ ആർക്ക് വേണമെങ്കിലും ജപിക്കാം, പക്ഷേ മന്ത്രങ്ങൾ അങ്ങനെ ഗുരുപദേശമില്ലാതെ ഒന്നും ജപിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഇതാണ് കുഴപ്പം. ഒരക്ഷരത്തിന്റെ ഉച്ചാരണം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ നേരെ വിപരീത ഫലമാവും ഉണ്ടാവുക. അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും മന്ത്രം ജപിച്ചപ്പോൾ ഒന്ന് തിരിഞ്ഞു പോയതുകൊണ്ട് മിത്രനാൽ ഇന്ദ്രനാൽ വധിക്കപ്പെടുന്ന പുത്രൻ ഉണ്ടാവണമെന്നായി. ഇന്ദ്രനെ വധിക്കുന്ന ഒരു പുത്രൻ ഉണ്ടാവണമെന്നാണ് പ്രാർത്ഥിച്ചത്. പക്ഷെ ഒന്നും തിരിഞ്ഞുപോയി. അങ്ങനെ ആ ഹോമകുണ്ടത്തിൽ നിന്നുണ്ടായ ആളാണ് വൃത്രൻ എന്ന് പറയുന്ന ആള്. അദ്ദേഹം ആ ഹോമകുണ്ടത്തിൽ നിന്നുണ്ടായി കഴിഞ്ഞപ്പോൾ പിതാവായ ത്വഷ്ടാവിനോട് പറഞ്ഞു, ഹേ പിതാവേ, പുത്രൻ ജീവിച്ചിരിക്കെ പിതാവിന് ദുഃഖം ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ പിതാക്കന്മാര് ദുഃഖിക്കുന്ന ആരെ ഓർത്താ? മക്കളെ ഓർത്താ അല്ലേ? ഏറ്റവും കൂടുതൽ ദുഃഖം കൊടുക്കണത് ഇപ്പൊ മക്കള് ജീവിച്ചിരിക്കെ മാതാപിതാക്കന്മാര് ദുഃഖിക്കാൻ പാടില്ലെന്നാണ് പറയണത്. അതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങ് പറഞ്ഞാലും എന്ന് പറഞ്ഞു ദാ ഇന്ദ്രനെ തോൽപ്പിച്ചു വരണം. വേഗം തന്നെ ഇന്ദ്രനുമായിട്ട് യുദ്ധത്തിനായിട്ട് പോയി. ഗംഭീരമായ യുദ്ധമൊക്കെ തുടങ്ങി. ഇന്ദ്രനെ ഇദ്ദേഹം പിടിച്ചു വിഴുങ്ങിയെന്നാണ്. അന്ന് ഉണ്ടാക്കിയ ഒരു സാധനമാണ് ജൃംഭ. നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിടുന്ന ഒരു സാധനമാണ് ഈ ജൃംഭ. എന്താണെന്നറിയാമോ? ജൃംഭ ഇടയ്ക്കെന്ന് പറയത്തില്ലേ ആണ്ടെന്ന്, അതാണ് ജൃംഭ. കോട്ടുവ. അത് അന്നേരം ഉണ്ടാക്കിയതാണ്. എന്തിന്? ഇന്ദ്രനെ പുറത്ത് ചാടിക്കാൻ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇന്ദ്രൻ പുറത്ത് ചാടി. അവസാനം ഈ വൃത്രനെ കൊല്ലാൻ എന്താണ് ഉപാധി എന്ന് ആലോചിച്ചപ്പോ അദ്ദേഹത്തെ ചെറിയ തോതിലൊന്നും കൊല്ലാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്റെ വജ്രായുധം കൊണ്ട് ഭഗവാന്റെ ചൈതന്യം അതില് സംയോജിപ്പിച്ചുകൊണ്ട് വൃത്രനെ നിഗ്രഹിച്ചു. അങ്ങനെ വൃത്രനെ നിഗ്രഹിച്ചതിന്റെ ഒരു ബ്രഹ്മഹത്യാ പാപം കൂടി അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ബ്രഹ്മഹത്യാ പാപങ്ങളെ വഹിച്ചുകൊണ്ടാണ് ഇന്ദ്രൻ കഴിയണത്. ദേവി ഭാഗവതത്തില് കുറച്ചുകൂടി ഒരു വിശദമായിട്ട് അതിനകത്തെ കുറിപ്പുള്ളത്. അങ്ങനെ ദേവേന്ദ്രൻ ബ്രഹ്മഹത്യാ പാപം കൊണ്ട് പോയി ഒളിച്ചിരുന്നപ്പോ അവിടെ നഹുഷൻ ഇന്ദ്രനായിട്ട് വരുന്നതും നഹുഷന് അഗസ്ത്യന്റെ ശാപമേൽക്കുന്ന കഥകളെ ദേവി ഭാഗവത്തിൽ അതിനോട് കണക്ട് ചെയ്തവരുണ്ട്. അപ്പൊ ഈ വൃത്രനെ കൊന്നപ്പോ ബ്രഹ്മഹത്യാപാപം ഉണ്ടാവാൻ എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോ അദ്ദേഹത്തിന്റെ പൂർവ്വജന്മം പറയുകയാണ്. അദ്ദേഹത്തിന്റെ പേര് ചിത്രകേതു എന്നാണ്. അദ്ദേഹം ആകാശ സഞ്ചാരിയായിരുന്നു, മുകളിൽ കൂടി സഞ്ചരിക്കുന്ന ആളാണ്. അങ്ങനെ ഒരു ദിവസം യാത്ര ചെയ്യുന്ന അവസരത്തില് താഴെ കൈലാസത്തിലേക്ക് നോക്കിയപ്പോ സാക്ഷാൽ മഹാദേവൻ തന്റെ ഭാര്യയായിരിക്കുന്ന പാർവതീ ദേവിയെ ഇടതുടയിൽ വെച്ച് ചേർത്ത് പിടിച്ചിങ്ങനെ ഇരിക്കണതായിട്ട് കണ്ടു. ഋഷിവര്യന്മാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന് കണ്ടപ്പോ ഒരു മ്ലേച്ഛത്വം തോന്നിയതിലെന്നാണ്. എന്നിട്ട് കൂടെയുള്ള സ്ത്രീകളോട് പറഞ്ഞത്രേ, നിങ്ങൾ കണ്ടില്ലേ, മഹാജ്ഞാനിയാണ്, ലോകനാഥനാണ് എന്നൊക്കെയാണ് പറയണത്.
പക്ഷെ ഇത്രയും ഋഷിവാര്യന്മാർ അവിടെ ഇരിക്കുമ്പം അവരുടെ മുമ്പിൽ വെച്ച് സ്വന്തം ഭാര്യയെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന അത്ര നല്ല സ്വഭാവമുള്ളവനാണോ എന്ന് ചോദിച്ചു എന്നാണ്. ഭാര്യയെ കെട്ടിപ്പിടിക്കാൻ അതിന് വേണ്ട സ്ഥലവും കാലവും ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഉണ്ടോ? ഭാര്യയുടെ മുമ്പിൽ സ്നേഹപ്രകടനം നടത്താൻ സ്ഥലകാലം നോക്കേണ്ട കാര്യമുണ്ടോ? അത് നോക്കേണ്ട കാര്യമില്ല. വേറെ ആരുടെ അടുത്തല്ലേ സ്നേഹപ്രകടനം നടത്തണമെങ്കിൽ സ്ഥലകാലം നോക്കണം. പക്ഷെ ഭാര്യയുടെ അടുത്ത് നോക്കേണ്ട കാര്യമില്ല. എന്താ കാരണം? അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാര്യം? അല്ല, നിങ്ങൾ സമ്മതിച്ചല്ലോ അതിന് സമയവും കാലവും നോക്കണ്ട, സമ്മതിച്ചല്ലോ. എന്തുകൊണ്ടാണ്? ഭർത്താവായിട്ട് എന്നും കാണിക്കുന്നുണ്ടോ? എവിടെ വെച്ച് കാണിക്കുന്നുണ്ടോ? ഉണ്ടാ. പിന്നെ എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞ്? ആർക്കെങ്കിലും വല്ലതും പറയാൻ പറ്റും? ഇപ്പൊ ഭർത്താവ് ഒന്ന് ആലിംഗനം ചെയ്താൽ വല്ലതും പറയാൻ പറ്റും ഇല്ലേ? അതുകൊണ്ടാണ് അല്ല, തന്റെ പാതി ആയതുകൊണ്ടാണ്. ആര്? ആ ഭാര്യ എന്നാ പറയുന്നേ. ഇപ്പൊ പാതിയാണോ മുക്കാലാണോ ഒന്നും അറിയാൻ വയ്യ, കാലാണോ ഒന്നും അറിയാൻ വയ്യാത്ത അവസ്ഥയായിപ്പോ ഇല്ലേ? അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ശക്തി സ്വരൂപിണിയായിരിക്കുന്ന ഭഗവതിയെ തന്റെ ഇടതുടയിൽ വെച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കണത് കണ്ടപ്പോൾ അദ്ദേഹത്തിനൊരു മ്ലേച്ഛത്വം തോന്നിയത് ശരിയായ നടപടിയല്ല എന്ന്. അപ്പൊ ചോദിച്ചു, നോക്കിയതാണ്ടോ വലിയ മഹാജ്ഞാനിയാണ്, ലോകൈകനാഥനാണെന്നൊക്കെയാണ് പറയണത്. എന്നിട്ടും കാണിക്കുന്നത് നോക്കിയ ഇത്രയും ആൾക്കാർ ഋഷിവര്യന്മാരും, അതും മഹാജ്ഞാനികളായ ഋഷിവര്യന്മാരിയ്ക്കുന്നിടത്ത് അവരുടെ മുൻപിൽ വെച്ച് തന്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കണത് കണ്ടോ? ഇത് മര്യാദയാണോ എന്ന് ചോദിച്ചു എന്നാണ്. ഭഗവാൻ കേട്ട് ചിരിച്ചു അത്രേ. എന്താ കാരണം? നാണോ മാനോ ഒന്നും ഇല്ല. ആർക്ക്? ആ മഹാദേവൻ. അങ്ങേർക്ക് അങ്ങനെ ഒരു വിഷയമേ ഇല്ല. ചീത്ത വിളിച്ചാലും സന്തോഷം, നല്ലത് പറഞ്ഞാലും സന്തോഷം, തല്ലാൻ ചെന്നാലും സന്തോഷം, എന്തിന് ചെന്നാലും ഭഗവാൻ അങ്ങനെ മാന അഭിമാനമൊന്നും ഉള്ള ആളല്ല. അതുകൊണ്ട് ഭഗവാൻ കേട്ട് ചിരിച്ചു. പക്ഷെ പാർവതി ദേവിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സുഖിച്ചില്ല. പാർവതി ദേവി പറഞ്ഞു, വലിയ ഇതിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നീ, ലോകൈകനാഥനായിരിക്കുന്ന മഹാദേവനെ നിന്ദിച്ച നീ അസുരനായി പിറക്കട്ടെ എന്നൊരു ശാപം കൊടുത്തു. അദ്ദേഹം നേരെ വിമാനമൊക്കെ താഴെ ഇറങ്ങിയിട്ട് വരുന്നു, ഭഗവതി ഞാൻ അവിടുത്തെ ഒരു ക്ഷമ ചോദിക്കുന്നു. എന്തിനാ? എന്നെ ശപിച്ചതിനൊന്നുമല്ല, കാരണം ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. കർമ്മഫലം അനുസരിച്ച് വന്നു ചേരുന്നതിനെയൊക്കെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് ഇതൊന്നും എന്നെ ബാധിക്കണില്ല. എങ്കിലും അബദ്ധവശാൽ പറഞ്ഞു പോയതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് എനിക്ക് ശാപമോക്ഷമൊന്നും വേണമെന്ന് ഞാൻ പറയണില്ല, ഒന്നും ആഗ്രഹിക്കണമില്ല, അനുഭവിച്ച് തീരുമ്പം തീരട്ടെ എന്ന് പറഞ്ഞ് ഭഗവാനെ നമിച്ചിട്ട് ഭഗവതിയെ നമിച്ചിട്ട് പോയി എന്നാണ്. അപ്പൊ ഭഗവാൻ പറയുന്നുണ്ട്, ഭാഗവതോത്തമന്മാർക്ക് ഒരിടത്തും ഒന്നിലും ഒരാകുലത ഉണ്ടായില്ല. അവർക്ക് എവിടെ ചെന്നാലും ഒന്നിനെ കുറിച്ചും ഒരാകുലതയില്ല. കാരണം എന്താ? അവരെ മുമ്പിൽ നിന്നുകൊണ്ട് നയിക്കാൻ ഭഗവാൻ ഉണ്ടാവുന്നൊരു ബോധം. നമുക്ക് എത്ര പേർക്കുണ്ടാ ബോധം? എന്നെ നയിക്കുന്നത് ഭഗവാനാണ്. അല്ലെ, ഒരു വഴിക്ക് പോയാൽ നമ്മളെ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ മക്കൾ ഒരു വഴിക്ക് പോയാൽ നമ്മൾ എത്ര തവണ വിളിക്കുമല്ലോ? എന്തിനാ വിളിക്കണേ? എവിടെ എത്തി? അവിടെ എത്തിയോ ഇല്ലേ? എന്താ കാരണം? എന്താ? ഉള്ളിൽ എന്തോ ഉണ്ട്, ഒരു ഭയമുണ്ട്. ഇവിടുന്ന് പോകുന്നുണ്ട്, രുദ്രമാല നോക്കിക്കോളൂ എൻ്റെ കുഞ്ഞിനെ എന്ന ഒരു ഉറപ്പ് നമുക്ക് എത്ര പേർക്കുണ്ട്? ഉണ്ടോ? ഉറപ്പുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ വിളിക്കണേ?
രുദ്രമാല നോക്കിക്കോളും എന്നൊരു ഉറപ്പുണ്ടായി എങ്കിൽ പിന്നെ ഈ തുരുതുര വിളിക്കേണ്ട കാര്യം എന്താ അവിടെ? അപ്പൊ ഈശ്വരനിലുള്ള ഒരു വിശ്വാസക്കുറവല്ലേ അത്? ആണോ അല്ലയോ? അല്ലേ? അപ്പൊ നമുക്കൊരിക്കലും നമ്മുടെ മനസ്സിൽ ഉറപ്പില്ല, എന്റെ കുഞ്ഞിനെ ഭഗവതി നോക്കിക്കോളും, അവളെ എത്തിക്കേണ്ടതല്ലേ അവനെ എത്തിക്കേണ്ടിടത്ത് അവരെത്തിച്ചോളും എന്ന ഒരു ഉറപ്പില്ലാത്തത് കൊണ്ട് നമ്മൾ നിരന്തരം, ഞാനിങ്ങോട്ട് വരുമ്പോൾ എവിടെ പോയാലും അങ്ങനെ അവൻ്റെ അമ്മയെ പോണ വഴിക്കൊരു 4 പ്രാവശ്യം വിളിക്കും. എവിടെ എത്തി? അമ്പലത്തിലെത്തിയോ? കമ്മിറ്റിക്കാരെ കണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറയും, എന്തിനാ ഇങ്ങനെ വിളിക്കണേ? ചെന്ന് കഴിയുമ്പം വിളിക്കാം. കാരണം എനിക്കുറപ്പുണ്ട്, ഇറങ്ങി പുറപ്പെട്ട എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ ആളുണ്ടെന്നുള്ളത് എനിക്കറിയാവുന്നതുകൊണ്ട് എനിക്ക് ആ ഭയമില്ല. പക്ഷെ അമ്മയ്ക്ക് ആശങ്കയുണ്ട്. അപ്പൊ നമുക്ക് ഉള്ളിലുണ്ടാകുന്ന ഈശ്വരനിലുള്ള ഒരു യാതൊരുവിധമായ ഉറപ്പും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നിരന്തരമായി അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. ഈ ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ ഗുണം? എവിടെ പോയാലും ഒരാകുലത ഉണ്ടാവില്ല. എന്തുകൊണ്ട്? എനിക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടേണ്ടിടത്ത് വെച്ച് തന്നെ കിട്ടിക്കോളും എന്നുള്ള ബോധം. അപ്പൊ ഭക്ഷണത്തെക്കുറിച്ചോ അല്ലെ മറ്റൊന്നിനെ കുറിച്ചോ ഒന്നും യാതൊരുവിധമായ ആശങ്കയും ഉണ്ടാവേണ്ടതില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, മുമ്പ് ഇയാളല്ലയോടെ പറഞ്ഞ് ഇവിടെ വരുമ്പം താമസിക്കാൻ സൗകര്യം വേണം, അങ്ങനെ ആശങ്കയില്ലേ, പിന്നെ താനെന്തിനാ? അത് നിങ്ങളുടെ മര്യാദയാ. ഒരാളെ വിളിച്ചു കൊണ്ടുവന്നാൽ അവന് താമസിക്കാൻ വേണ്ടതായ നല്ല ഒരിടം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ മര്യാദയാ. അല്ലാതെ എവിടെയെങ്കിലും പോയി കിടന്നു എന്ന് പറയുന്നതല്ല മര്യാദ. ഞാൻ പറയണത് മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ഓരോന്നും ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു രീതിയുണ്ട്. ഇപ്പൊ ഞങ്ങൾ അവിടെ പോയി കിടന്നാൽ രാത്രി എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് വല്ല നിശ്ചയമുണ്ടോ? ഞങ്ങൾ രാത്രി അവിടെ ഉണ്ടോ? എന്താ അതിന് പുറപ്പുള്ള ഞങ്ങളവിടെ ഉണ്ടെന്ന് വല്ല ഉറപ്പുണ്ടോ? ഞങ്ങൾ 6:15 ഞങ്ങളിവിടെ വരുന്നുണ്ട്. പക്ഷെ രാത്രി ഞങ്ങൾ അവിടെ തന്നെ കിടക്കുന്നത് നിങ്ങൾക്ക് എന്താ ഉറപ്പ്? ഉണ്ടോ? പോവാ എന്താ വെച്ചിട്ടുണ്ട്? അതവിടെ ഇരിക്കും. എവിടെ വെച്ചിട്ടുണ്ട്? കരയോ കിട്ടത്തില്ല. കരയോ പൂപ്പള്ളിക്കാവില്ലേ? ഞങ്ങൾ അവിടെ അല്ല കിടക്കുന്നത്. അത് മാത്രമല്ല, ആ ക്ഷേത്രത്തിന്റെ ആ അന്തരീക്ഷത്തിൽ നിന്ന് വിട്ടുപോകാതിരിക്കാനുള്ള ശ്രദ്ധ എപ്പോഴും ഉണ്ടാവേണ്ടത് ആവശ്യം. ഇപ്പോ എന്റെ വീടിന് തൃക്കൊടിത്താനത്തമ്പലത്തിൽ സപ്താഹം നടത്തിയപ്പോഴും ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയിട്ടില്ല. 7 ദിവസം നടക്കാനുള്ള ദൂരമുള്ളൂ വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക്. എനിക്ക് വേണമെങ്കിൽ വന്ന് വീട്ടിൽ വന്ന് കിടന്നേച്ച് രാവിലെ 5-5:30 ആകുമ്പോൾ ചെന്നാൽ മതി. പക്ഷെ എന്നിട്ട് ഞാൻ വീട്ടിലോട്ട് പോയിട്ടില്ല. എന്താ പോയാലല്ലോ എന്നെ പിടിക്കുമോ? അതുകൊണ്ടല്ല. നമ്മുടെ ആ ഒരു ഏരിയ വിട്ട് കഴിയുമ്പം മനസ്സിനകത്തുണ്ടാകുന്ന വിചാരങ്ങളൊക്കെ മറ്റുള്ളതായിട്ട് മാറും. കാരണം സാധാരണക്കാരായ മനുഷ്യരായതുകൊണ്ട് നമ്മുടെ മനസ്സിനെ അത്ര കൺട്രോൾ ചെയ്തൊന്നും നിർത്താൻ പറ്റത്തില്ല. ചിലപ്പോൾ സൗന്ദര്യമുള്ളത് കണ്ടാൽ നോക്കും, കൊള്ളുകരാത്തത് കണ്ടാൽ പറയും. ഇതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും കണ്ണിനെയും കാതിനെയും ഒന്നും നിയന്ത്രിച്ചിട്ടിരിക്കുന്നവരല്ല നമ്മളാരും. ആണോ? ഇപ്പൊ എന്നേക്കാ കാണാൻ കൊള്ളാവുന്ന നിർത്തിയത് വഴി നിങ്ങളെന്തോ ചെയ്യും? നോക്കൂല്ലേ? നോക്കും. അത് 65 70 നോക്കുമ്പോ ഇങ്ങനെ ഇരിക്കും അല്ലേ? അത് മനുഷ്യന്റെ സ്വഭാവമാണ്. അല്ലേ പിന്നെ എല്ലാ ഇന്ദ്രിയങ്ങളും നിഗ്രഹിച്ചിട്ടിരിക്കുന്നവരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ അവർക്ക് അതിനെയൊന്നും ബാധിക്കില്ല. അല്ലാത്തിടത്തോളം കാലം സ്ത്രീ പോയാൽ പുരുഷനെ നോക്കും, പുരുഷൻ പോയാൽ സ്ത്രീയും നോക്കിയിരിക്കും. അത് കാണാൻ കുറച്ച് കൊള്ളാവുന്നതാണെങ്കിൽ അതിനെ കുറെ നേരം ആണായാലും പെണ്ണായാലും നോക്കിയിരിക്കും. അതിന് പ്രായമൊന്നും ഒരു വിഷയമേ അല്ല. അപ്പൊ ആ കോമ്പൗണ്ട് വിട്ടു പോകാതെ ഇരിക്കാനുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളത് അത് നിങ്ങളുടെ ധർമ്മമായതുകൊണ്ട് പറയണത്. ആ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിൽ തന്നെ താമസ സൗകര്യം ഒരുക്കിയാൽ എപ്പോഴും നല്ലത് അത് തന്നെയാണ്. പിടികിട്ടിയോ? പക്ഷെ ഞങ്ങൾക്ക് വല്ല ആകുലതയുണ്ടോ? ഞങ്ങൾക്കൊരാകുലത ചെന്ന് 4 വെള്ളം വെച്ച് കഴിയുമ്പോൾ എവിടെയെങ്കിലും ഉണ്ടാക്കി തരും.
ഇന്നലെ എവിടെ കിടന്നേ സ്വാമി? മനോരമയിലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം കിടക്കാൻ പാലില്ല, തലയാണയില്ല, ബെഡ്ഷീറ്റ് ഇല്ല, ഒന്നുമില്ല. മനോരമ പേപ്പർ വിരിച്ചിട്ട് അതിന്റെ മുകളിൽ കയറി കിടന്ന് സപ്താഹം നടത്തിയിട്ടുണ്ട്. തലേ ദിവസം ചെന്നിട്ട് പട്ടിണിക്കിട്ട സ്ഥലങ്ങളുണ്ട്. അത് ഞങ്ങളുടെ വിധിയാണെന്ന് വിചാരിച്ച് അനുഭവിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പോയി പാരായണം ചെയ്തിട്ടുണ്ട്. അടിയിൽ കൂടെ വെള്ളവും മുകളിൽ കൂടെ പാമ്പിന്റെ പാടും ചെലതി വലി അട്ടി ഉറുമ്പും എല്ലാം കൂടെ വരുന്നിടത്തും ഞങ്ങൾ കിടന്ന് സപ്താഹം ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് അത്ര വലിയൊരു വിഷയങ്ങളൊന്നും അല്ല. പിന്നെ മനുഷ്യനാണല്ലോ എന്നുള്ള ഒരു ഇതുകൊണ്ടും എല്ലാം ത്യജിച്ചിട്ടുള്ളവരല്ലാത്തത് കൊണ്ടും അത്യാവശ്യം ഭംഗിയായ ഒരു താമസ സൗകര്യം വേണമെന്നുള്ളത് ഒരു മനുഷ്യന്റെ ആവശ്യകത എന്ന നിലയ്ക്ക് ആവശ്യമാണ്. അപ്പൊ അത് വരുമ്പം ഉരക്കി കൊടുക്കേണ്ടത് അവിടുത്തെ ഭാരവാഹികളുടെ ധർമ്മമാണ്. അല്ലെങ്കിൽ ആ നാട്ടിലെ അല്ലെങ്കിൽ കുടുംബക്ഷേത്രമാണെങ്കിൽ ആ കുടുംബക്ഷേത്രത്തിനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ധർമ്മമാണ് അവർക്ക് വേണ്ടതായ താമസ സൗകര്യം ഒരുക്കി കൊടുക്കുക എന്ന്. ചിലപ്പോൾ ചിലയിടങ്ങളിലാണെങ്കിൽ സ്ഥലം കാണില്ല, അതുകൊണ്ടുണ്ടാക്കാത്തതാണ്. പക്ഷെ സ്ഥലം ഉള്ളിടത്ത് പോലും അത് ചെയ്യണില്ല എന്ന് വെച്ചാൽ അത് അത്ര നല്ല കാര്യമൊന്നും അല്ല. അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ എന്തായാലും അതുകൊണ്ട് ആകുലത ഒന്നുമില്ല. ആകുലപ്പെട്ടിട്ട് കാര്യമില്ല. എന്താ കാരണം? എത്ര ആകുലപ്പെട്ടാലും വരാനുള്ളത് വന്നേ തീരൂ. അത് അനുഭവിക്കുക തന്നെ വേണം. ആർക്കും അതിനെ മാറ്റാൻ സാധ്യമാവില്ല. കാരണം എന്താ? പൂർവജന്മാർജിതമായി ചെയ്തു വെച്ചിരിക്കുന്ന കർമ്മഫലത്തെ അനുഭവിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ പിന്നെന്തിനാ സ്വാമി ഈ വഴിപാടൊക്കെ? ഈ കർമ്മഫലം മാറത്തില്ലെങ്കിൽ വഴിപാടൊക്കെ നടത്തേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഞങ്ങളൊക്കെ നിരന്തരം പറഞ്ഞിട്ട് വഴിപാട് നടത്തണം, പറയിടണം, അർച്ചന ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെ കൊണ്ട് ചെയ്യിക്കണ്ട. അപ്പൊ പിന്നെ എന്തിനായത്? എന്തായാലും എൻ്റെ അനുഭവം, ഞാൻ ചെയ്തു വെച്ചിരിക്കണതിൻ്റെ അനുഭവം മാറില്ലെങ്കിൽ പിന്നെ എന്തിന്? ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഉണ്ടോ? എന്തിനു വേണ്ടിയിട്ടാ ഈ വഴിപാടൊക്കെ നടത്തുന്നത്? എന്തിനാ? വഴി പാടാന്ന എങ്ങോട്ടുള്ളതാ? വീട്ടിലേക്കുള്ളത്. ഈശ്വരത്തിലേക്കുള്ള വഴി ദുർഘടം പിടിച്ചത്. എന്താ കാരണം? അത്ര പെട്ടെന്നൊന്നും കണ്ടെത്താൻ കഴിയുന്ന ഒന്നല്ല. ആ ഈശ്വരത്തിലേക്കുള്ള യാത്രയിൽ ഉണ്ടാകുന്ന ദുർഘടമായിരിക്കുന്ന അവസ്ഥകളെ മാറ്റുക എന്നുള്ളത് ഒന്ന്. രണ്ട്, കർമ്മഫലം അനുഭവിച്ചേ പറ്റൂ. പക്ഷെ ഇത്തരത്തിലുള്ള ഈശ്വരീയമായ സങ്കല്പങ്ങൾ ഉണ്ടാകുകയും ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ കാഠിന്യത്തിനൊരു കുറവ് വരും. അതായത് നമ്മുടെ കാല് മുറിച്ച് കളയേണ്ടതാണെങ്കിൽ ചിലപ്പോൾ 1-2 വിരൽ മുറിച്ച് പ്രശ്നം പരിഹരിക്കും, ബാക്കി തിരിച്ചു കിട്ടും. മുറിക്കുക എന്ന കർമ്മം അവിടെ നടക്കണം, അത് നടന്നേ പറ്റൂ. അത് എഴുതി വെച്ചിരിക്കണതാ, മുറിച്ചേ പറ്റൂ. പക്ഷെ മുഴുവൻ പോവാതെ കുറച്ച് ബാലൻസ് അവിടെ കിട്ടും. ഇതാണ് വഴിപാടുകൾ നടത്തിയാലുള്ള ഒരു ഗുണം. നമ്മൾ നാട്ടിൽ പറയുന്നത് പോലെ പറഞ്ഞാൽ കണ്ണിക്കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ട് മാറും. അങ്ങനെയുള്ളൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഭഗവത് ഭക്തന്മാരെ സംബന്ധിച്ച് അവർക്ക് ശാപം കിട്ടിയാലും കൊള്ളാം, അനുഗ്രഹം കിട്ടിയാലും കൊള്ളാം, രണ്ടും അവർക്കത് പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും യാതൊരു വിധമായ ആശങ്കകളും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹമാണ് ഈ വൃത്രനായിട്ട് വന്നത് എന്ന് പറയുക. പിന്നെ ഇന്ദ്രൻ തിരികെ ദേവലോകത്തേക്ക് വരുന്നത് യാഗമൊക്കെ നടത്തി ഈ ബ്രഹ്മഹത്യാ പാപത്തേക്ക് 4 വീതിച്ചു കൊടുത്തു എന്നാണ്. ഒരംശം വൃക്ഷങ്ങൾക്കും, ഒരംശം ഭൂമിക്കും,
ഒരംശം ജലത്തിനും ഒരംശം സ്ത്രീകൾക്കും, ഇങ്ങനെ 4 പേർക്കായിട്ട് വീതിച്ചു കൊടുത്തു. ആ വീതിച്ചു കൊടുത്തതിന് ശേഷമാണ് പിന്നീട് ദേവലോകത്തേക്ക് വരുന്നതായിട്ട് പറയുന്നത്. അവിടെയാണ് അതിനു മുമ്പുള്ള ഭാഗത്താണ് ഈ പറയുന്ന നഹുഷൻ ഇന്ദ്രനായിട്ട് വരുന്നതും ശശിദേവിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന കഥകളൊക്കെ ദേവീഭാഗത്ത് വരുന്നത്. പിന്നെ പറയുമ്പോഴാണ് അവിടെ മരുത്തുക്കളുടെ കഥ പറയുക. ദിതിയില് ഉണ്ടായ ഗർഭത്തെ അല്ലെ ബീജത്തെ അമ്മയായ അതിഥിയുടെ നിർദ്ദേശപ്രകാരം തന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ദിതിയുടെ ഗർഭപാത്രത്തിലേക്ക് കളഞ്ഞുണ്ടായിരുന്ന ബീജത്തെ അല്ലെങ്കിൽ ജീവനെ 7ആയിട്ട് നുറുക്കി. അത് കരഞ്ഞപ്പം മാ അരുത എന്ന് പറഞ്ഞതുകൊണ്ട് മരുത്തുക്കൾ എന്ന പേരിൽ അറിയപ്പെടും. പിന്നെ അതിനെ വീണ്ടും നുറുക്കി 7 കഷ്ണങ്ങളാക്കി 49 പേരായിട്ട് തിരികെ വന്ന കഥ അവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് സപ്തമസ്കന്ധത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ ഭഗവാന്റെ നൃസിംഹാവതാരത്തെ കുറിച്ച് കീർത്തിക്കുന്നത്. നാരദ യുധിഷ്ഠിര സംവാദത്തിലാണ് തുടങ്ങുക. അതായത് രാജസൂയ യാഗ വേദിയിൽ വെച്ചിട്ട് ശിശുപാലൻ ഭഗവാനെ അത്യധികം ദുഷിക്കുന്നുണ്ട്. അഗ്രപൂജയ്ക്ക് വേണ്ടി ഭഗവാനെ ക്ഷണിക്കുമ്പോൾ ആ അധിക്ഷേപമെല്ലാം കേട്ട ഭഗവാൻ അവസാനം തന്റെ സുദർശന ചക്രം കൊണ്ട് ശിശുപാലകണ്ഠം ഛേദിക്കുകയും ആ ശിശുപാല തേജസ് ഭഗവാനിലേക്ക് വന്ന് വിലയം പ്രാപിക്കുകയും ചെയ്തപ്പോൾ അവിടെ നിന്ന് യുധിഷ്ഠിരൻ നാരദ മുനിയോട് ചോദിക്കുകയാണ്, എന്താണ് ഈ ഭഗവാനിലേക്ക് ഇത്രയും ഭഗവാനെ അധിക്ഷേപിച്ച് ശിശുപാലന്റെ തേജസ് വന്ന് ലയിക്കാനുണ്ടായ കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പോഴാണ് ഇവരുടെ പൂർവജന്മ കഥ പറയുന്നത്. വൈകുണ്ഠ ലോകത്തിലെ 7ാമത്തെ വാതിലിൽ കാവൽക്കാരായി നിന്ന ജയവിജയന്മാരാണ് 3 ജന്മങ്ങളിലായിട്ട് ഭൂമിയിൽ വന്ന് പിറക്കണത്. അവരവിടെ നിൽക്കുന്ന അവസരത്തിൽ സനകാദി മഹർഷിമാര് ഭഗവത് ദർശനത്തിനായിട്ട് ചെന്നപ്പോ ആ ഭഗവത് ദർശനത്തിന് തടസ്സമുണ്ടാക്കിയെന്നാണ്. 5 വയസ്സ് മാത്രം പ്രായമുള്ള, അല്ലെ അതിനപ്പുറത്തോട്ടോ മുകളിലോട്ടോ താഴോട്ടോ പോവാതെ എന്നും 5 വയസ്സ് മാത്രം പ്രായമുള്ള ബ്രഹ്മചര്യനിഷ്ഠയുടെ ഗാംഭീര്യത്തെക്കുറിച്ച് ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടി അവതരിച്ച ബ്രഹ്മദേവന്റെ മാനസ സൃഷ്ടിയിലെ ആദ്യത്തെ സൃഷ്ടി എന്ന് വിശേഷിപ്പിക്കുന്ന സനകാദി മഹർഷിമാര് അവര് ഭഗവത് ദർശനത്തിനായിട്ട് ചെന്നപ്പോൾ ഭഗവാൻ ദർശനത്തിന് തടസ്സമുണ്ടാക്കി. ആ ഭഗവത് ദർശനത്തിന് തടസ്സമുണ്ടാക്കിയപ്പോൾ സനകാദി മഹർഷിമാരെ ശപിച്ചതാണ്, ഈശ്വര ദർശനത്തിന് തടസ്സമുണ്ടാക്കുന്ന നിങ്ങള് 3 ജന്മം പോയി അസുരയോനിയിൽ പിറക്കാൻ ഇടവരട്ടെ എന്നൊരു ശാപം കൊടുത്തു. ആ ശാപത്തെ സ്വീകരിച്ചുകൊണ്ട് ഭൂമിയിൽ വന്ന് പിറക്കുന്ന ആദ്യത്തെ പിറവിയാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. 2ാമത്തേത് പറ, ഉച്ചത്തിൽ പറഞ്ഞു തെറ്റിക്കോട്ടെ പറഞ്ഞു. കുംഭകർണനും രാവണനും. 3ാമത്തേത് പറഞ്ഞ ഇപ്പൊ 10 രൂപ സമ്മാനം. ചുമ്മാ കിട്ടും 10 രൂപ. ആര് പറഞ്ഞാലും മതി, 10 രൂപ സമ്മാനം. ഇപ്പോൾ പന്തലിരുന്ന് പറഞ്ഞാലും മതി, വെളിയിലത്തെ പന്തലിരുന്ന് പറഞ്ഞാലും മതി. പറയുന്നവർക്ക് ഇപ്പൊ കിട്ടും 10 രൂപ. അവിടെ ആരും പറയാനില്ല. അപ്പൊ പോകുന്നതിന് മുമ്പ് എല്ലാവരും 10 രൂപ ഇവിടെ ഇട്ട് വെച്ച് പോകണം. ഉത്തരം പറയാത്തതുകൊണ്ട് ഒരു പാലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ. ശിശുപാലനും ദന്തവക്രനും. ശിശുപാലനും ദന്തവക്രനും. കംസനല്ല, കംസൻ കാലനേമിയുടെ പുനർജന്മമാണ്. അങ്ങനെ അതിനുള്ള ശിശുപാലനെ വധിച്ചപ്പോഴാണ് ഈ സംശയം ഉണ്ടായത്. അപ്പോഴാണ് ആ കഥ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയുള്ള ദിതിയുടെയും കശ്യപന്റെയും പുത്രനായി പിറന്ന
ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ചു ഭഗവാൻ. ഏത് രൂപത്തില്? ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ചത് ഏത് രൂപത്തിലാ? ഏത് അവതാര സ്വരൂപമായിട്ടാ? അപ്പുറോ ഇപ്പുറോ ഇരുന്ന് രണ്ടുപേരുടെ നടുക്കിരിക്കുന്നതിന്റെ ചെവി അങ്ങ് കടിച്ചു പറിക്കുക. വീട്ടിൽ പോകുമ്പോ അതിന് ചെവി കൊടുക്കണേ. സ്വന്തമായിട്ട് കേൾക്കുകയില്ല, കേൾക്കാനിരിക്കുന്നവരെ കേൾപ്പിക്കുകയില്ല. എന്തുവാ ഇതിനു വേണ്ടി പറയാനുള്ളത്? എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്. എന്നാ ഞാൻ ഇപ്പൊ പറഞ്ഞ എന്തായിരുന്നു? കേട്ടതാണെങ്കിൽ എല്ലാം കേട്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞു വന്ന ഞാനും ഒന്ന് പറഞ്ഞു. എന്തുവായിരുന്നു പറഞ്ഞു വന്നേ? ഹിരണ്യാക്ഷനെ വധിച്ചത് ഏത് രൂപത്തിലാ ഭഗവാൻ? ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ചത് ഏത് അവതാരമായിട്ട് വന്ന? കൂർമാവതാരോ? നരസിംഹം? രണ്ടും തെറ്റാ. ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ചത് ഏത് അവതാരമായിട്ട് വന്നാണ്? രണ്ട് വ്യാഴവട്ട കാലമായിട്ട് സപ്പ ആദാഹം നടത്തുക. ഞാൻ പറയാം. വരാഹമൂർത്തിയായിട്ട് വന്നാണ് ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ചത്. ഭാഗവതത്തിന്റെ ആദ്യത്തെ അവതാരം വരാഹം. ആരെ നിഗ്രഹിക്കാൻ വന്നതാ? ഹിരണ്യാക്ഷനെ നിഗ്രഹിക്കാൻ വന്നതാ. രണ്ടാമത്തേതാണ് ഹിരണ്യകശിപു. അതിനെ നിഗ്രഹിക്കാനാണ് ഭഗവാൻ ആരായിട്ട് വന്നത്? നൃസിംഹരൂപേണ വന്നത്. അപ്പൊ അന്നേരം പറയുകയാണ്, ഇങ്ങനെ എടുത്ത ഈ അവതാരമാണ് നൃസിംഹം. സത്യത്തില് നമ്മളൊക്കെ പറയണത് ഭഗവത് ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നൃസിംഹാവതാരം. എന്നാൽ ഭഗവാന്റെ ലക്ഷ്യം അത് മാത്രമല്ല. പ്രഹ്ലാദനെ രക്ഷിക്കുക എന്നതിനപ്പുറം ഹിരണ്യകശിപുവിനെ അനുഗ്രഹിക്കുക എന്നുള്ളതാണ്. എന്താ കാരണം? ഈ സനകാദി മഹർഷിമാര് ശാപം കൊടുക്കുമ്പോ സനകാദി മഹർഷിമാരുടെ കാൽക്കൽ വീണ് ശാപമോക്ഷം ചോദിക്കുന്നുണ്ട്. അപ്പൊ ഭഗവാൻ ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട, ഈ 3 ജന്മത്തിൽ ഞാൻ തന്നെ വന്ന് നിങ്ങളെ നിഗ്രഹിച്ച് തിരികെ ഇവിടെ കൊണ്ടുവന്നോളാം എന്ന് വാക്ക് കൊടുക്കുന്നുണ്ട്. ആ വാക്കിനെ പൂർത്തീകരിക്കാനാണ് ഭഗവാൻ തന്നെ 3 ജന്മങ്ങള് സാക്ഷാൽ അല്ലെങ്കിൽ പൂർത്തീകരിക്കാൻ വേണ്ടി ഭഗവാൻ 4 അവതാരം എടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എടുത്ത ആ നൃസിംഹാവതാരം പ്രഹ്ലാദനെ ഇടയ്ക്ക് നിർത്തിക്കൊണ്ട് ഹിരണ്യാക്ഷനെ നിഗ്രഹിക്കുക എന്നതായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു അനുഗ്രഹത്തെ ഹിരണ്യകശിപുവിന് കൊടുക്കുക എന്നതായിരുന്നു ഭഗവാന്റെ ഉദ്ദേശം. ഭഗവാന്റെ അവതാരത്തിന് കാരണക്കാരനും പ്രഹ്ലാദനല്ല, ഹിരണ്യകശിപുവാണ്. കാരണം ഭഗവാന് രൂപം കൊടുക്കുന്നതേ ഹിരണ്യകശിപുവാണ്. രൂപമില്ലാത്ത ബ്രഹ്മത്തിന് രൂപം താൻ ബ്രഹ്മാവിൽ നിന്ന് നേടുന്ന വരത്തിൽ കൂടി ആ ഒരു രൂപത്തെ ഭഗവാന്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഹിരണ്യകശിപുവാണ്. ബ്രഹ്മാവിനെ തപം ചെയ്തിട്ട് ബ്രഹ്മദേവനോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എനിക്ക് മരണം ഉണ്ടാവരുത് എന്നാണ്. നമ്മളും ഭഗവാനോടും ഭഗവതിയോടും ഒക്കെ പ്രാർത്ഥിക്കാറുണ്ട്, എനിക്കും മരണം ഉണ്ടാവരുത് എന്ന്. പ്രാർത്ഥിക്കാറുണ്ടോ? ഉണ്ടോ? ഇല്ലേ?
ഉറപ്പിച്ചോ? നമ്മൾ ഇച്ചിരി ബുദ്ധി കൂടുതലുള്ളവരായതുകൊണ്ട് ഒന്ന് വളഞ്ഞു പിടിച്ചു എന്ന് മാത്രം. എന്താ എന്ന് പറയുക, എൻ്റെ അമ്മേ ആയുസ്സും ആരോഗ്യവും തരണേ പറയാറുണ്ടോ? ഉണ്ടോ? അപ്പോ ഈ ആയുസ്സും ആരോഗ്യവും തരണേന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? മരണം ഉണ്ടാവരുതെന്ന. ആയുസ് കൊണ്ട് ആരോഗ്യം ഉണ്ട്, അപ്പൊ പിന്നെ മരണം ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ നമ്മൾ ഇച്ചിരി വളഞ്ഞ വഴിക്ക് പിടിക്കുന്നു മാത്രം. അസുരന്മാരായോണ്ട് അവർ ഡയറക്റ്റ് ചോദിക്കും മരണം ഉണ്ടാവരുതെന്ന്. അപ്പൊ ബ്രഹ്മദേവൻ എന്താ പറയുക? അത് സാധ്യമാവില്ല. എന്തുകൊണ്ട്? ഏതൊന്നും സൃഷ്ടമായിട്ടുണ്ടോ അത് മുഴുവൻ നശിച്ചേ മതിയാവൂ, ഏതൊന്നും നശിച്ചിട്ടുണ്ടോ അത് വീണ്ടും സൃഷ്ടമായേ മതിയാവുണ്ടോ. സൃഷ്ടി നാശം ഇത് രണ്ടും പ്രകൃതി നിയമമാണ്, അതുണ്ടായേ പറ്റും. എന്തെല്ലാം നോക്കിയാലും വീഴാതിരിക്കാൻ പറ്റില്ല, വീണേ പറ്റും. അതുകൊണ്ട് അത് തരാൻ സാധ്യമാവില്ല. പക്ഷെ ഇവിടെ ഹിരണ്യകശിപുവിനെ സംബന്ധിച്ച് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, മരണമുണ്ടാവാൻ പാടില്ല. അത് ഏതെല്ലാം ഉപാധികളിൽ കൂടി അല്ലെങ്കിൽ ഏതെല്ലാം വഴികളിൽ കൂടി തനിക്ക് മരണമുണ്ടാവാൻ സാധ്യതയുണ്ടോ ആ സാധ്യതകളെ മുഴുവൻ അടച്ചുകൊണ്ടാണ് ഹിരണ്യകശിപു വരം മേടിക്കുന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, പുറത്ത് വെച്ച് കൊല്ലരുത്, അകത്ത് വെച്ച് കൊല്ലരുത്, ആകാശത്ത് വെച്ച് കൊല്ലരുത്, ഭൂമിയിൽ വെച്ച് കൊല്ലരുത്, പകല് കൊല്ലരുത്, രാത്രിയിൽ കൊല്ലരുത്, യാതൊരു വിധമായ ആയുധങ്ങളാലും വധിക്കപ്പെടരുത്, ബ്രഹ്മാവിന്റെ സൃഷ്ടിയിലുള്ളതാവരുത്, ഒരു യോനിയിലും പിറന്നതാവരുത്. ഇനി വേറെ മരണം വരാൻ നിവൃത്തിയൊന്നും ഇല്ല, സർവ പഴുതും അടച്ചു. പക്ഷേ ബ്രഹ്മദേവൻ ഈ വരം കൊടുക്കുന്നതിന് മുമ്പ് സാക്ഷാൽ നാരായണനെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചു എന്നാണ്. കാരണം ഭക്തൻ ചോദിച്ചാൽ കൊടുക്കണം, അത് നിർബന്ധം. ഭഗവാൻ പറഞ്ഞു, വിഷമിക്കണ്ട, ധൈര്യപൂർവ്വം കൊടുത്തോളൂ, ബാക്കി ഞാൻ നോക്കിക്കോളാം. അവിടുന്ന് ഒരു ഉറപ്പ് കിട്ടിയാൽ പിന്നെ ബ്രഹ്മാവിന് പ്രശ്നമേ അല്ല. കാരണം സർവ പ്രശ്നങ്ങൾക്കുള്ള മരുന്ന് എവിടെ ഉണ്ട്? ഭഗവാന്റെ കയ്യിലുണ്ട്. ഏത് പ്രശ്നവും പരിഹരിക്കപ്പെടുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാന് പറഞ്ഞു ധൈര്യപൂർവ്വം കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ കിട്ടിയ വരത്തിൽ ഗർവിതനായ ഹിരണ്യകശിപു ആദ്യം പ്രഖ്യാപിക്കണത്, ഇനി മുതൽ ഹോമവും പൂജയും എല്ലാം എനിക്ക് വേണ്ടിയിട്ടായിരിക്കണം, ഒറ്റ മന്ത്രം മാത്രമേ ജപിക്കാവൂ, ഹിരണ്യായ നമഃ. നാരായണനല്ല നിങ്ങൾക്കൊന്നും തരുന്നത്. ഇന്നും ഉണ്ട് ചില അസുരന്മാരങ്ങനെ, ഇല്ലേ? ഞാനാണ് എല്ലാം തരുന്നതെന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ സർവയിടങ്ങളിലും നാരായണനാമം വിലക്കിയ ഹിരണ്യകശിപുവിന് ആ നാരായണന്റെ കൈകൾ കൊണ്ട് തന്നെ മരണം വിധിച്ചു. അതിനാര് കാരണക്കാരനായി? പുത്രൻ കാരണക്കാരനായി. എന്തുകൊണ്ട്? പുത്രൻ നാരായണ ഭക്തനായതുകൊണ്ട്. നോക്കൂ, അസുരകുലത്തിലാണ് ജനിച്ചത്, എന്നിട്ടും ആരുടെ ഭക്തനായി? നാരായണന്റെ ഭക്തനായി. നമ്മൾ ഏത് കുലത്തിലാ ജനിച്ചേ? മനുഷ്യകുലത്തിലാ ജനിച്ച്, ആണോ? എന്നിട്ട് നമുക്ക് ആരോടേലും വല്ലതും ഉണ്ടോ? നമുക്കാകപ്പാടെ ഒന്നിനോട് മാത്രമേ ഉള്ളൂ സ്നേഹം. എന്തിനോട്? എന്തിനോടാ? ഒരു മണിക്ക് കിട്ടുന്ന സാധനത്തിനോട് മാത്രം. നീ എന്താന്ന് ഞാൻ പറയണ്ടല്ലോ. നമുക്ക് ആകെപ്പാടെ ഭക്തി അപ്പോഴാണ് തോന്നുക, അല്ലേ? അപ്പോ അസുരകുലത്തിൽ പിറന്നിട്ട് പോലും നാരായണനോട് ഭക്തി ഉണ്ടാവാൻ എന്താണ് കാരണമെന്ന് അന്വേഷിക്കുമ്പോഴാണ്, അവിടെയാണ് അതിന്റെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. എവിടുന്ന് പഠിച്ചതാ? അമ്മയുടെ ഉദരത്തിൽ കിടന്നുകൊണ്ട് പഠിച്ചതാ. അമ്മയുടെ ഉദരത്തിൽ കിടന്നുകൊണ്ട് പഠിച്ചെടുത്ത നാരായണ മന്ത്രം അത് പുറത്തു വന്നിട്ടും അത് സംസ്കാരമായിട്ട് ഒതുങ്ങി നിന്നത് കൊണ്ട് നാരായണനോടുള്ള ഭക്തിക്ക് യാതൊരു വിധമായ ഇളക്കവും ഉണ്ടായില്ല.
അപ്പോൾ ഒരു കുട്ടി നേരെ ആവുന്നുണ്ടെങ്കിലും തലതിരിഞ്ഞു പോകുന്നുണ്ടെങ്കിലും അതിൽ ഉത്തരവാദി ആരാ? ഒച്ചത്തിൽ പറയണം. അമ്മ. സംശയം വേണ്ട. പിന്നെ വേണേ പിടിച്ചു നിൽക്കാൻ പറയാം. മനുഷ്യനെ നിങ്ങളുടെ കുടുംബക്കാരുടെ ഗുണമാ കാണിക്കുന്നതൊക്കെ വേണേ പിടിച്ചു നിൽക്കാനായിട്ട് പറയാമെന്നുള്ളതല്ലാതെ ഏതാണ്ട് 65% ഒരു കുഞ്ഞിന്റെ സ്വഭാവ രൂപീകരണത്തിന്റെ ഉത്തരവാദി അമ്മയാണ്. അതിനാരെയും കുറ്റം പറയാനില്ല. കാരണം അകത്ത് കിടക്കുമ്പം മുതല് സ്വാംശീകരിക്കുന്നതാണ് അവന്റെ സ്വഭാവത്തിന്റെയും സംസ്കാരത്തിന്റെയും രൂപീകരണത്തിന് കാരണമായി ഭവിക്കുന്നത്. കാലുമടക്കി അടിക്കുന്നുണ്ടെങ്കിൽ മേടിച്ചു കെട്ടിക്കോണം. കാരണം നമ്മൾ പഠിപ്പിച്ചു കൊടുത്തതാ. എന്നിട്ട് ഇപ്പൊ ഓരോരുത്തരും കരച്ചിലതാ. നോക്കത്തില്ല സ്വാമി, ഒന്നും തരത്തില്ല സാർ. കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടത് കൊടുക്കേണ്ട പോലെ കൊടുക്കാത്തതിന്റെ കുഴപ്പമായി ഇപ്പൊ മേടിച്ചു കെട്ടുന്നത് അല്ലേ? ഇനി ആരെയാ കുറ്റം പറയണേ? നന്നായാൽ അച്ഛൻ അവകാശപ്പെടും, അല്ലെങ്കിൽ എന്റെ മോനാടി അല്ലേ? അച്ഛനെ കണ്ടു പഠിക്കുന്നത് 30% അല്ലെ 35% പുറത്തു വന്നതിന് ശേഷം. ഈ മറ്റൊന്നുകൂടിയുണ്ട്. സൃഷ്ടി സമയത്തുള്ള മനസ്സിന്റെ ചിന്തകള്, വികാരങ്ങൾ, അത് സൃഷ്ടിയെ ബാധിക്കുന്ന പറയാം. സൃഷ്ടി നടത്തുമ്പോ രണ്ടുപേർക്കും ഉണ്ടാകുന്ന ചേതോവികാരങ്ങള് അത് സൃഷ്ടിയെ ബാധിക്കും. അതുകൊണ്ട് ഒന്നായ നിന്നേക രണ്ടായിട്ട് കണ്ടിട്ട് വന്നിട്ട് സൃഷ്ടി നടത്തിയാൽ അവൻ പുറത്തിറങ്ങി കുത്തിയിരിക്കാറാകുമ്പം അവൻ തുടങ്ങുന്നേ 3ആയിട്ട് കണ്ടെന്നിഹ എന്നും പറഞ്ഞു തുടങ്ങും. അതുകൊണ്ട് സൃഷ്ടി നടത്തുമ്പം രണ്ടുപേരുടെയും വികാര വിചാരങ്ങള് ഈശ്വരീയമായ സങ്കല്പമുള്ളതായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള അമ്മയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ലഭിച്ച സംസ്കാരം, ആ സംസ്കാരത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് അവരെ കൂടി ആനന്ദത്തിലേക്ക് എത്തിച്ചു എന്ന് മാത്രമല്ല, തന്റെ പിതാവിന് മോക്ഷത്തിന് കാരണമായി ഭവിച്ചു. ആ ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ചു കഴിയുമ്പോൾ ഭഗവാൻ ചോദിക്കുന്നത്, എന്ത് വരമാണ് പ്രഹ്ലാദ നിനക്ക് വേണ്ടത്? പറഞ്ഞു, ഹേ ഭഗവാൻ, എനിക്കിനി ഒരു വരവും വേണ്ട. എന്താ കാരണം? ഭഗവാനെ നിന്റെ ഈ രൂപത്തെ കാണാൻ കഴിഞ്ഞത് തന്നെ മഹാഭാഗ്യമാണ് ഒരു മനുഷ്യ ജന്മത്തിൽ. ഇനി അതിനപ്പുറം വേറൊന്നും വേണ്ട. പക്ഷേ എങ്കിലും പറഞ്ഞതുകൊണ്ട് ചോദിക്കുന്നു, എന്റെ പിതാവ് അങ്ങേ അത്യധികം ദുഷിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതെല്ലാം മാറ്റി അദ്ദേഹത്തിന് മോക്ഷം കൊടുക്കണം എന്നാ. അപ്പോഴാണ് ഭഗവാൻ പറയുന്നത്, നിന്റെ പിതാവിന് മാത്രമല്ല 21 തലമുറയ്ക്ക് മുമ്പോട്ടും പുറകോട്ടും ഉള്ള സർവ്വപിതൃക്കൾക്കും ഞാനിതാ മോക്ഷം കൊടുക്കുന്നു. എത്ര എണ്ണം ഉണ്ടായി? പ്രഹ്ലാദന് എത്രയേ ഉള്ളൂ? 1. എത്ര തലമുറയ്ക്ക് മോക്ഷം കിട്ടി? 21. നമുക്ക് എത്ര എണ്ണം ഉണ്ടായി? ഒരെണ്ണത്തിന് മോക്ഷം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താ കിട്ടാത്തത്? നമ്മുടെയൊക്കെ ചെയ്ത് അത്രയ്ക്ക് ബലത്തിലുള്ളതായതുകൊണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് ഏത് കുലത്തിൽ പിറക്കുന്നു എന്നതിന് അനുസരിച്ചിട്ടല്ല, ഏതവസ്ഥയിൽ നിന്നുകൊണ്ട് വളരുന്നു എന്നതിനനുസൃതമാണ് സംസ്കാരവും സ്വഭാവവും. അതുകൊണ്ട് പ്രഹ്ലാദൻ എന്ത് ഗുണം? അചഞ്ചലമായിരിക്കുന്ന ഭക്തി ഭഗവാനിലുണ്ടായിരുന്നു. നമുക്കോ അങ്ങനെയുണ്ടോ? നമുക്ക് അചഞ്ചലമായ ഭക്തി എവിടാ? ഇവിടെ വന്ന് കാര്യം സാധിച്ചില്ലേ ഉടനെ അടുത്തടത്തോട്ട് ഓടും. അതാ നമ്മുടെ ഭക്തി. എവിടെ കാര്യസാധ്യം ഉണ്ടോ അങ്ങോട്ടാണ് ആദ്യം ഓടുക, ഇല്ലേ? ആണോ അല്ലേ? ഇപ്പൊ നമ്മുടെ ഭക്തിയൊന്നും ഭക്തിയാണെന്ന് പറയാൻ പറ്റില്ല. പ്രഹ്ലാദനോ സാക്ഷാൽ നാരായണൻ, സർവ്വ ഇടത്തിലും ഭഗവാൻ തന്നെ ഉണ്ടെന്നും തന്നെ സർവ്വതാ കാത്തുരക്ഷിക്കും ആ നാരായണൻ എന്നുള്ള ഉറപ്പ് പ്രഹ്ലാദൻ ഉണ്ടായിരുന്നത് കൊണ്ട് പ്രഹ്ലാദനെ സർവ്വയിടത്തും ആര് രക്ഷിക്കാനുണ്ടായി? ഭഗവാൻ രക്ഷിക്കാനുണ്ടായി. നമുക്ക് ആ ഉറപ്പില്ലാത്തത് കൊണ്ട് നമുക്ക് പറ്റുന്നൊക്കെ അബദ്ധങ്ങളുമായി. അതുകൊണ്ട് പ്രഹ്ലാദനെ പോലെ അചഞ്ചലമായിരിക്കുന്ന ഭക്തി ഭഗവാനിൽ ഉണ്ടാവുക
അതെങ്ങനെ ഉണ്ടാവും? സംസ്കാരം അകത്തു നിന്ന് നേടുന്നതിനനുസരിച്ചിരിക്കും ആ സ്വഭാവം ഉണ്ടാവുക, അല്ലെ ആ ഭക്തി ഉണ്ടാകുക. കാരണം പറഞ്ഞു കൊടുത്തത് മുഴുവൻ നാരദനാണ്. നല്ല ഗുരുക്കന്മാരിൽ നിന്ന് വേണ്ടതായിരിക്കുന്ന അറിവുകളെ ഉള്ളിൽ കിടക്കുമ്പോൾ നേടാൻ കഴിഞ്ഞാൽ ആ സന്തതി ഒരിക്കലും അധപ്പതിച്ചു പോകില്ല. അതുകൊണ്ട് കൊടുക്കുമ്പം എവിടെ വെച്ച് കൊടുക്കണം? അകത്ത് വെച്ച് കൊടുക്കണം. 5 മാസം മുതൽ 5 മാസം വരെയുള്ള 5 മാസം മുതൽ 5 വയസ്സ് വരെയുള്ള സമയം ഭംഗിയായിട്ട് കൊടുക്കണം എന്നാണ്. ആ സമയത്താണ് നമ്മൾ പ്രോട്ടീൻ കൂടുതലുള്ള ഒക്കെ കലക്കി കൊടുക്കുന്നുണ്ടല്ലോ സ്വാമി, അല്ലേ? വിറ്റാമിൻ ബ്രൂം ഒക്കെ ഉള്ളതാ ഇപ്പം പരസ്യം കണ്ട് മേടിച്ച് കലക്കി കൊടുക്കണം, അല്ലേ? എന്നിട്ടോ പിന്നെ ശങ്കരനുണ്ട് മണ്ടയിലെന്ന അവസ്ഥയാ. എന്താ കാരണം? എന്തോ കലക്കി കൊടുത്തിട്ട് ഒരു കാര്യവും. അപ്പൊ കൊടുക്കേണ്ടത് എന്താ? കൊടുക്കേണ്ടത് നല്ല സംസ്കാരത്തെ പകർന്നു കൊടുക്കുക, ഈശ്വരീയമായ ചിന്തകളെ പകർന്നു കൊടുക്കുക. അപ്പോൾ അതൊക്കെ നല്ല സൃഷ്ടികളായിട്ട് വരും. അതുകൊണ്ട് ഇനിയെങ്കിലും സന്തതികൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ തലതിരിഞ്ഞതാവാതിരിക്കണമെങ്കിൽ ഗർഭവതിയായിരിക്കുന്ന സമയത്ത് ഹൊറർ സിനിമയും സീരിയലും ഒന്നും കാണാൻ പോവാതെ, മൊബൈൽ തോണ്ടാൻ പോവാതെ ഈശ്വരീയമായ ചിന്തകളോടുകൂടി ഇരുന്നാൽ ഉണ്ടാവുന്ന സന്തതി അസുരനാവത്തില്ല, മനുഷ്യനുമല്ല, ദേവഭാവത്തോടുകൂടി മനുഷ്യരൂപം കൊണ്ടുവരും. ഗർഭിണിയായിരിക്കുമ്പോൾ മൊബൈൽ കൂടുതൽ തോണ്ടുന്ന പിന്നെ സ്ത്രീയുടെ കൊച്ചിനെ നോക്കിക്കോളൂ. അതാദ്യം നിർബന്ധം പിടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? മൊബൈലിന് വേണ്ടിയിട്ടാണ്. അന്നേരം നമ്മൾ പറയും, ഓ എൻ്റെ കുഞ്ഞങ്ങോട്ട് ഉണ്ടായപ്പോഴേ എന്തോ എന്നാ സ്മാർട്ടാണെന്നറിയാമോ, ബ്രില്യൻ്റ് ആണെന്നാ. എന്താവും? വന്നപ്പോഴേ മൊബൈലിലാണ് മാന്താൻ തുടങ്ങിയത്. എന്താ കാരണം? ഞാൻ മാന്തി ശീലിപ്പിച്ചതാ. സീരിയല് കാണുന്ന പെണ്ണിന്റെ കൊച്ചാണെങ്കിൽ കൊച്ചിനെ എവിടെ കൊണ്ടിട്ടിട്ട് TV ഓൺ ചെയ്താലും പാമ്പെഴയുന്ന പോലെ ഇഴഞ്ഞു വന്ന് രാജവെമ്പാല പോലെ തലപൊക്കി പിടിക്കും സീരിയല് കാണാൻ. ഒരു സംശയമില്ല. ആ സമയത്ത് പോത്തിനെ കൂടുതൽ കഴിച്ചാൽ കൊച്ചിന്റെ സ്വഭാവം എന്തിൻ്റെതായിരിക്കും? പോത്തിൻ്റെതായിരിക്കും. അവൻ ആദ്യം കാല് മടക്കിയടിക്കുന്നത് അമ്മയായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഉള്ളിൽ വെച്ച് കൊടുക്കുന്ന സംസ്കാരത്തെ ശ്രേഷ്ഠമായിരിക്കുന്ന സംസ്കാരമായിട്ട് കൊടുക്കാനുള്ള ശ്രമം ഉണ്ടാവണം. എങ്കിൽ മാത്രം ഈശ്വരീയമായ ചിന്തകൾ ഉണ്ടാവൂ എന്നുകൂടി അതിൽ കൂടി നമ്മെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ചൊവ്വേനേരെ ഇനിയെങ്കിലുമുള്ള സൃഷ്ടികളൊക്കെ ചൊവ്വേനേരെ സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാനായിട്ട് കഴിയും. അല്ലെങ്കിൽ വരുന്നതൊക്കെ ഇന്നത്തെ പോലെ വീരപ്പനും ബില്ലാദനും ആ ഹൂയും ഈ ഹൂയും ഒക്കെ ആയിട്ട് മാറും. കുടുംബത്തിന് സ്വസ്ഥതയില്ല, സൃഷ്ടിച്ച അച്ഛനും അമ്മയ്ക്കും സ്വസ്ഥതയില്ല, സമൂഹത്തിന് സ്വസ്ഥതയില്ല, നാടിന് സ്വസ്ഥതയില്ല, രാജ്യത്തിന് സ്വസ്ഥതയില്ല, ലോകത്തിന് സ്വസ്ഥതയില്ലാത്തതായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് നല്ല സൃഷ്ടി നടത്താൻ ഇനിയെങ്കിലും ഉള്ളവര് ശ്രമിക്കണം എന്നറിയിച്ചുകൊണ്ട് ഇന്ന് ഉച്ചവരെയുള്ളത് നമുക്ക് നിർത്താം. ബാക്കി ഇനി വൈകുന്നേരം